വളരെ പ്രതീക്ഷാ നിർഭരമായിട്ടുള്ള ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ് ഇന്നലെ ബഹുമാനപ്പെട്ട കാന്തപുരത്തിൻ്റെ ഓഫീസിൽ യമനിൽ നിന്നുള്ള മധ്യസ്ഥരിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വധശിക്ഷ, നിമിഷപ്രിയയുടെ വധശിക്ഷ എന്ന് പറയുന്ന ശിക്ഷ തത്വത്തിൽ വേണ്ടെന്ന് വെക്കാൻ വേണ്ടി കുടുംബം തയ്യാറായിരിക്കുന്നു. ഈ ഇരയുടെ കുടുംബം അല്ലെങ്കിൽ ഈ കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബം അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടി സാധിച്ചിരിക്കുന്നു എന്നുള്ളൊരു വിവരമാണ് ഇന്നലെ ലഭിച്ചിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചർച്ചകൾ ഇനി പൂർണ്ണമായും നിമിഷയെ മോചിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ ദിയാദനം നൽകിക്കൊണ്ട് നടത്തുന്നത്. അതേസമയം അക്കാര്യത്തിനകത്ത് പൂർണ്ണമായ മോചനമാണോ അതല്ല ഏതെങ്കിലും തരത്തിലുള്ള ജയിൽ ടേം ചിലവിടേണ്ടി വരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി വീണ്ടും ചർച്ചകൾ നടത്തേണ്ടതുണ്ട്. അക്കാര്യങ്ങൾ തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് ലഭ്യമായ സൂചനകൾ പ്രകാരം വധശിക്ഷ ഒഴിവാക്കാൻ വേണ്ടി അവിടുത്തെ കുടുംബ തത്വത്തിൽ തയ്യാറായിരിക്കുകയാണ്. സ്വാഭാവികമായും ഞങ്ങൾക്ക് തരാൻ സാധിക്കുക നിമിഷപ്രിയ ഇൻ്റർനാഷണൽ ആക്ഷൻ കൗൺസിലും കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും അദ്ദേഹത്തിൻ്റെ സ്ഥാപനവും മർക്കസും എല്ലാം ചേർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന അവിടുത്തെ സൂഫി പണ്ഡിതന്മാരും അവിടുത്തെ പ്രധാനപ്പെട്ട വ്യക്തികളുമൊക്കെ ഇടപെട്ടുകൊണ്ടാണ് ചർച്ചകൾ നടക്കുന്നത്. ഇത് ഔദ്യോഗിക തരത്തിലുള്ള ഒരു ചർച്ചയുടെ ഭാഗമായിട്ടല്ല, സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളല്ല. ഞങ്ങൾക്ക് തരാൻ സാധിക്കുക ഞങ്ങളുടെ നെഗോഷിയേറ്റർമാരിൽ നിന്ന്, ഞങ്ങളുടെ മധ്യസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളാണ്. ഞങ്ങളുടെ മധ്യസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം തത്വത്തിൽ വധശിക്ഷ വേണ്ടെന്ന് വെക്കാൻ വേണ്ടി കുടുംബം തയ്യാറായിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇക്കാര്യങ്ങൾ അവിടെ കുടുംബവുമായി ബന്ധപ്പെട്ട് വെക്കുന്ന നമുക്ക് ഇപ്പോൾ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ളതുപോലെ തന്നെ സേവ് നിമിഷപ്രിയ ഇൻ്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ എന്ന് പറയുന്നത് പോലെ തന്നെ തലാലിന് നീതി ഉറപ്പാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവിടെ ഒരു ആക്ഷൻ കൗൺസിലുണ്ട്. അതിൻ്റെ ഭാരവാഹികളായിരിക്കുന്ന സർഫാൻ എന്നൊക്കെ പറയുന്ന ചില വ്യക്തികൾ, അദ്ദേഹം ഇന്നലെ ഇക്കാര്യം ഔദ്യോഗികമായി തന്നെ ഫേസ്ബുക്കിനകത്ത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ വധശിക്ഷ ഒഴിവാക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ അവിടെ നിന്നുള്ള സ്ഥിരീകരണം അനൗദ്യോഗികമായി വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഔദ്യോഗികമായ സ്ഥിരീകരണം വരേണ്ടത് സ്വാഭാവികമായും നയതന്ത്ര തലത്തിലാണ്. അതിന് സമയമെടുക്കുന്ന പ്രക്രിയയാണ്. കൂടുതൽ ഇക്കാര്യങ്ങൾക്കകത്ത് ചർച്ചകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും പ്രാഥമികമായി ആശ്വാസകരമായ ഒരു വാർത്ത ഞങ്ങൾ പങ്കുവച്ചു എന്ന് മാത്രമേ ഉള്ളൂ. തലാലിൻ്റെ സഹോദരൻ്റെ നിലപാടുകൾ അദ്ദേഹം പലതവണ വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ മാധ്യമങ്ങൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയയ്ക്കകത്ത് എടുക്കുന്നുണ്ട്. എല്ലാ നിലപാടുകളെയും ഞങ്ങൾ ബഹുമാനിക്കുന്നു, ഞങ്ങൾ അതിനെ ആദരപൂർവ്വം കാണുന്നു. അതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതിനകത്തൊരു തീരുമാനമെടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞ തത്വത്തിൽ കുടുംബത്തെ ഒരു തീരുമാനത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇനി ബാക്കി ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ നിലപാടുകൾ ഈ തീരുമാനങ്ങളെ ബാധിക്കില്ല എന്നുള്ളൊരു ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. കേന്ദ്ര സർക്കാർ ഞങ്ങൾ നേരത്തെ കോടതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനുമതി ചോദിച്ചിരുന്നു, യാത്രാനുമതി ചോദിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഒരു നിവേദനം കേന്ദ്ര സർക്കാരിന് കൊടുത്തിരുന്നു, ലിസ്റ്റ് കൊടുത്തിരുന്നു. തുടർന്ന് കേന്ദ്ര സർക്കാർ ഈ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിൻ്റെ വിശദാംശങ്ങൾ ചോദിച്ചുകൊണ്ട് ഇതിൻ്റെ ഭാരവാഹികൾ ആരൊക്കെയാണ്, അത്തരം വിശദാംശങ്ങളും പിന്നെ അതോടൊപ്പം തന്നെ ഒരു റെപ്രസെൻറ്റേഷൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒപ്പിട്ടുകൊണ്ട് നേരത്തെ ഞങ്ങൾ ഒരു റെപ്രസെൻറ്റേഷൻ കൊടുത്തിരുന്നു. പക്ഷേ അതിനകത്ത് ഒരു ഭാരവാഹിയുടെ ഒപ്പുണ്ടായിരുന്നില്ല എന്നുള്ളതുകൊണ്ട് ആ ഭാരവാഹിയുടെ കൂടി ഒപ്പ് ഉൾപ്പെടുത്തിക്കൊണ്ട് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഞങ്ങളത് കഴിഞ്ഞ ശനിയാഴ്ച തന്നെ അയച്ചു കൊടുത്തിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്. പക്ഷേ അതിനുശേഷം ഇതുവരെ ഞങ്ങൾക്ക് ഔദ്യോഗികമായൊരു വിവരവും ലഭിച്ചിട്ടില്ല. കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള ഈ തീരുമാനവും ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഈ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ, ഇനി കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇത്തരത്തിലുള്ളൊരു സംഘത്തെ അയക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ പോസിറ്റീവായി തീരുമാനിക്കുന്നത് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇനി കോടതി കേസ് പരിഗണിക്കുന്നത് 14-ാം തീയതിയാണ്. അതിൻ്റെ ഇടയ്ക്ക് അടിയന്തരമായ സാഹചര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ കോടതിയെ സമീപിക്കും. ഇപ്പോൾ ഞങ്ങൾ കേന്ദ്ര സർക്കാരിന് ഈ പറയുന്ന കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ട വിവരങ്ങളൊക്കെ നൽകിക്കൊണ്ട് കാത്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനത്തിന് വേണ്ടി. ഞങ്ങൾ ശനിയാഴ്ച കൊടുത്തു, പിന്നെ ഞായറാഴ്ച അവധി ആയതുകൊണ്ട് ഇന്നലെ തീരുമാനം എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്. ഇന്നലെ അതുമായി ബന്ധപ്പെട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഒന്നും ലഭിച്ചിട്ടില്ല. ഇത് നോക്കി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഡിലേ വരികയാണെങ്കിൽ ഞങ്ങൾ വീണ്ടും അടിയന്തരമായി കോടതിയെ സമീപിക്കും. ഇല്ല, നമ്മൾ ഔദ്യോഗികമായി ഞങ്ങൾ നേരിട്ട് ബന്ധപ്പെടുന്നില്ല. അത് അവിടെയുള്ള ചർച്ച ചെയ്യുന്ന ആളുകൾ, അവിടെയുള്ള വ്യക്തികളും സംഘടനകളൊക്കെയാണ് അവരുമായി ചർച്ചകൾ നടത്തുന്നത്. അതിൻ്റെ ചർച്ചകൾ ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും. ഇല്ല, അത്തരത്തിൽ നിലവിൽ ഒരു ഫണ്ട് ശേഖരണവും ഇതുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചിട്ടില്ല. കാരണം അതിൽ ദിയാദനത്തിൻ്റെ കാര്യത്തിനകത്ത് അന്തിമ തീരുമാനം എടുക്കേണ്ടത് കുടുംബമാണ്. അതിൻ്റെ ക്വാണ്ടം എത്രയാണ് എമൗണ്ട് എന്നുള്ള കാര്യത്തിനകത്തൊക്കെ കുടുംബം തീരുമാനിച്ചതിന് ശേഷം അക്കാര്യം സ്വരൂപിക്കാം എന്നുള്ളൊരു തീരുമാനമാണ് ഇപ്പോൾ ആക്ഷൻ കൗൺസിൽ എടുത്തിരിക്കുന്നത്. അതിൽ ഒരു അന്തിമമായ തീരുമാനം വരുന്നത് വരെ ഞങ്ങൾ കാത്തിരിക്കുകയാണ്.
ഘട്ടം കഴിഞ്ഞോ? വധശിക്ഷ വേണ്ടാതെ വെക്കുന്നത് നിലവിൽ ഇപ്പോഴത്തെ ഒരു നിലവിലുള്ള വിവരങ്ങൾ പ്രകാരം കുടുംബം വധശിക്ഷ വേണ്ടെന്ന് വെച്ചതോടുകൂടി ഒരു പ്രധാനപ്പെട്ട ദൗത്യം നമുക്ക് മറികടക്കാൻ വേണ്ടി സാധിച്ചിരിക്കുകയാണ്. പക്ഷേ അതേസമയം ഇനി ഈ പറയുന്ന പണം എത്രയാണ്, ദിയാദനം എത്രയാണ്, നിമിഷയെ പൂർണ്ണമായും മോചിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്നത്. അവിടെ ദിയാദനം നൽകിക്കൊണ്ട് നിമിഷയെ മോചിപ്പിച്ച് ഇന്ത്യയിലേക്ക് മടക്കി കൊണ്ടുവരണം എന്നുള്ളതാണ്. അതേസമയം ഈ വധശിക്ഷ ഇളവ് ചെയ്തുകൊണ്ട് നിമിഷ ജയിൽ ശിക്ഷയിൽ പിന്നെ അവിടെ പൂർത്തീകരിക്കണം എന്നുള്ള ചർച്ചകളും അത്തരത്തിലുള്ള ചില നിർദ്ദേശങ്ങളും വരുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ചർച്ച ചെയ്യേണ്ടതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇനിയും തുടർ ചർച്ചകൾ ആവശ്യമാണ്. അപ്പോൾ ആ ചർച്ചകളിലേക്ക് പോകുന്ന സമയത്ത് ആവശ്യമെങ്കിൽ ഡെലിഗേഷൻ അയക്കുക. ഞങ്ങൾക്ക് ആർക്കും അവിടെ പോകണമെന്നല്ല, അല്ല ഇത് കേന്ദ്ര സർക്കാർ തന്നെ നടത്തണമെന്നുള്ളതാണ് ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നത്. ഞങ്ങളുടെ തുടക്കം മുതലുള്ള ആവശ്യം ഈ ചർച്ചകൾ മുഴുവൻ കേന്ദ്ര സർക്കാർ നടത്തണം. ഇതിനാവശ്യമായിട്ടുള്ള പിന്നെ സാമ്പത്തികമായിട്ടുള്ള പിന്തുണ ഞങ്ങൾ നൽകാമെന്നുള്ളതാണ് ഞങ്ങൾ അറിയിച്ചത്. ഇപ്പോഴും കേന്ദ്ര സർക്കാർ അതിന് തയ്യാറാണെങ്കിൽ ഞങ്ങൾ ആ പിന്നെ സമീപനത്തെ വളരെ തുറന്ന മനസ്സോടുകൂടിയാണ് കാണുന്നത്. ഇപ്പോൾ നിലവിൽ ഞങ്ങൾ കാന്തപുരവുമായി ചേർന്നുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ അവിടെയുള്ള ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾക്ക് ഇതിനകത്ത് ഇടക്കാല ഉത്തരവ്, ഈ വധശിക്ഷ പിന്നെ റദ്ദ് ചെയ്തുകൊണ്ട് താൽക്കാലികമായി നിർത്തിവെച്ചുകൊണ്ടുള്ള ഉത്തരവ് ലഭിച്ചത്. അപ്പോൾ ഇപ്പോൾ അദ്ദേഹവുമായി സഹകരിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ പിന്നെ വർഷങ്ങളായുള്ള അവിടെയുള്ള യമനിലുള്ള ബന്ധങ്ങളും അവിടുത്തെ പണ്ഡിതവര്യന്മാരുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധങ്ങൾ ഇതിനകത്ത് വലിയ ഗുണം ചെയ്തിട്ടുണ്ട്. ആ പിന്നെ ഗുണപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങൾ തന്നെയാണ് ഇതിനകത്തൊരു പോസിറ്റീവായി ഇപ്പോൾ വന്നു ഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ചർച്ചകൾ ഈ തലാലിൻ്റെ കുടുംബത്തിൻ്റെ കൂടെ അവരെയും കൂടെ പങ്കെടുപ്പിച്ചിട്ടായിരുന്നു ഇപ്പോൾ അവസാനം നടന്ന ധാരണ. ഈ നിലവിൽ ഈ തീരുമാനങ്ങൾ എടുക്കേണ്ട ആളുകൾ, വളരെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഈ ചർച്ചകൾക്കകത്ത് പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഞങ്ങൾക്കുള്ളത്.